കലാസ്നേഹികളെ, ഇസ്രായേലിന്റെ രാജാവും സങ്കീർത്തനങ്ങളുടെ സൃഷ്ടാവുമായ ദാവീദിന്റെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. ഒളിഞ്ഞും തെളിഞ്ഞും സംഭവിക്കുന്ന പാപഭാരങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പശ്ചാത്താപവും ദാവീദിനെ എന്നും വേട്ടയാടിയാണ്. എണ്ണക്കൽ യങ്സ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ മ്യൂസിക്കൽ ഡ്രാമാസ്കോപ്പ്. ആ മനുഷ്യൻ നീ തന്നെ. സഹസ്രാധിപനായ ഊരിയാവിന്റെ ഭാര്യ ബത്ശബയുടെ രൂപലാവണ്യത്തിൽ മതിമയങ്ങിയ ദാവീദ് സേനാപതി യോവാബിനെ ഊരിയാവിന്റെ ഭവനത്തിലേക്ക് അയക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എപ്പോഴും എപ്പോഴും വാഴ്ത്തപ്പെട്ടവൻ. ഞാൻ മഹാനായ ഇസ്രായേൽ രാജാവ് ദാവീദിന്റെ സേനാധിപതി യോവാബ്. ഇത് ആരുടെ ഭവനം? ഇത് ഹിത്യനായ ഊരിയാവിന്റെ ഭവനം. മഹാനായ ദാവീദ് രാജാവിന്റെ സഹസ്രാധിപനായ ഊരിയാവോ? അതെ. നീ ആരാണ്? മഹാനായ ഊരിയാവിന്റെ പത്നി ബത്ശബയുടെ തോഴി. യജമാനൻ ദയവായി ഇവിടെ ഇരുന്നാലും ഞാൻ എന്റെ യജമാനനായ ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയെ വിളിക്കാം. സഹസ്രാധിപനായ ഊരിയാവിനെ കണ്ടുമടങ്ങാൻ എന്റെ മറ്റൊരു ദൗത്യത്തിനിടയിൽ വന്നതാണ്. ദാവീദ് രാജാവിന്റെ മിത്രമായിരുന്ന യോനാഥാന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുണ്ടോ
എന്നറിയുവാൻ മഹാരാജാവ് അയച്ചതാണ്. ഊരിയാവിന് കൊടുക്കുവാൻ ഒരു കത്തും തന്നിട്ടുണ്ട്. ഇത് ഊരിയാവിന്റെ കയ്യിൽ കൊടുക്കേണ്ടതാണ്. പടജനത്തിന്റെ സുവർത്തമാനവും യുദ്ധത്തിന്റെ വസ്തുതയും ചോദിച്ചറിയുവാൻ ഊരിയാവിനെ പടയ്ക്കരികിൽ നിന്ന് മഹാരാജാവ് വിളിപ്പിച്ചതാണ്. ഊരിയാവ് വീട്ടിൽ വന്നില്ലേ പടയ്ക്ക് പോയിട്ട്? യജമാനനായ പടനായിക, പടയ്ക്ക് പോയിട്ട് ഊരിയാവ് ഇതുവരെ മടങ്ങി വന്നില്ല. ഊരിയാവ് വീട്ടിൽ വന്നാൽ മഹാരാജാവിനെ കാണാൻ പറയണം. മഹാനായ ദാവീദ് രാജാവ് നീണാൾ നീണാൾ വാഴട്ടെ. ദീന, പടനായകൻ യോവാബ് പറഞ്ഞത് മുഴുവൻ കളവാണ്. അയാൾ ഇവിടേക്ക് തന്നെ വന്നതാണ്. എന്റെ ഭർത്താവ് ഊരിയാവ് വീട്ടിൽ വരേണ്ടതും രാപാർക്കേണ്ടതും മഹാരാജാവിന്റെ ആവശ്യമാണ്. അതെന്തുകൊണ്ടാണ്? അമോന്യരെയും അമാൽക്കരെയും ഹിത്യരെയും യെബൂസ്യരെയും വരുതിയിലാക്കി യുദ്ധം ചെയ്ത് അവരുടെ വസ്തുവകകളും സമ്പത്തും കൊള്ളയടിച്ചതിനു പുറമെ സുന്ദരികളായ അവരുടെ സ്ത്രീകളെയും ഇസ്രായേൽ രാജാവിന്റെ കിഴക്ക് പങ്കിടുവാൻ യെരുശലേമിലേക്ക് കൊണ്ടുപോയത് നിനക്കറിവുള്ളതല്ലേ? യഹോവ യഹോവ എന്ന് എപ്പോഴും അട്ടഹസിച്ചുകൊണ്ട് നിന്ദ്യനായ ദാവീദ് രാജാവ് ഈ രാജ്യത്ത് നടത്തുന്ന കൊള്ളരുതായ്മകൾ നീ അറിഞ്ഞിട്ടില്ലയോ? എനിക്കറിവുണ്ട്. പക്ഷേ യജമാനനായ ഊരിയാവ് വീട്ടിൽ വരണമെന്ന് ഇവർ വാശി പിടിക്കുന്നത് എന്തിന്? അത് ഞാൻ ഇപ്പോൾ നിന്നോട് പറയുന്നില്ല. പറയേണ്ട സമയത്ത് ഞാൻ നിന്നോട് പറയാം. ഞാനൊന്ന് വിശ്രമിക്കട്ടെ, നീ പൊയ്ക്കോളൂ. മഹാനായ ഇസ്രായേൽ രാജാവ് നീണാൾ വാഴട്ടെ. യജമാനനായ ഊരിയാവ്, എന്തുണ്ട് വിശേഷം? എന്റെ യജമാനനായ രാജാവ് പടജനത്തിന്റെ സുവർത്തമാനം അറിയുവാൻ പടക്കിടയിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. നീ വീട്ടിൽ പോയി നിന്റെ കാലുകളെ കഴുകി ഒരു രാത്രി വിശ്രമിച്ച് വീട്ടിൽ രാപ്പാർക്കാൻ കൽപ്പിച്ചു. 2 ദിവസം രാജഭൃത്യന്മാരോടൊപ്പം യെരുശലേമിൽ ഞാൻ താമസിച്ചു. രാജാവ് ഈ വിവരം അറിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഞാൻ ഭക്ഷിച്ചു പാനം ചെയ്തു. നീ ഈ സമ്മാനവുമായി വീട്ടിൽ പോകുക, ഒരു ദിവസം രാപ്പാർക്കുക എന്ന് വീണ്ടും പറഞ്ഞു. ഞാൻ വീട്ടിൽ സമ്മാനവുമായി പോകാം, പക്ഷേ പടജനം വെളിംപ്രദേശത്ത് പാളയമിറങ്ങിയിരിക്കുമ്പോൾ അടിയൻ വീട്ടിൽ രാപ്പാർക്കുകയില്ല എന്ന് പറഞ്ഞ് ഞാൻ പോന്നതാണ്. യജമാനനായ ഊരിയാവ് വീട്ടിൽ രാപാർക്കേണ്ടത് മഹാരാജാവിന്റെ ആവശ്യമാണ്. തിടുക്കത്തിൽ പടയുടെ നടുവിൽ നിന്ന് അങ്ങേ വരുത്തിയത് എന്തിനാണ്? മഹാനായ ദാവീദ് രാജാവ് ശതാധിപനിൽ നിന്ന് സഹസ്രാധിപനായി, സേനയുടെ ഉപസേനാധിപതിയായി പടിപടിയായി കയറ്റം തന്ന മഹാനാണ്. അദ്ദേഹത്തെ നിന്ദിക്കരുത്. ഒരു ഭാര്യയെ കരുതുകയും സംരക്ഷണം ഉറപ്പാക്കേണ്ടതും ഭർത്താവിന്റെ കടമയാണ്. നിങ്ങൾ രണശൂരനായിരിക്കാം, പക്ഷേ ഭീരുവാണ്. മഹാനായ ദാവീദ് രാജാവിന്റെ രണശൂരന്മാരിൽ അഗ്രഗണ്യനായിരുന്നു ഊരിയാവ്. അമോനിയർ ആരാമിൽ നിന്നും കാലാൾപ്പടയെ കൂലിക്ക് വരുത്തി ഇസ്രായേലിനോട് പടവെട്ടാൻ മുതിർന്നപ്പോൾ ശൂരന്മാരുടെ സകല സൈന്യത്തെയും അണിനിരത്തുവാൻ മഹാരാജാവ് എന്നോടാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആരാമ്യരോട് പടക്കെടുത്തപ്പോൾ സഹസ്രാധിപനായ എന്നെ കണ്ട മാത്രയിൽ ആരാമ്യർ പടക്കോപ്പുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോയ ചരിത്രം ഇസ്രയേലിൽ പ്രസിദ്ധമാണ്. അങ്ങനെയുള്ള ഊരിയാവ് ഭീരുവല്ല. അന്ധമായ രാജഭക്തി നിങ്ങളെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴയ്ക്കും. അമ്മയെയും ഭാര്യയെയും സഹോദരിയെയും തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത വെറുക്കപ്പെട്ടവനാണ് ദാവീദ് രാജാവ്. മഹാരാജാവിനെ നിന്ദിക്കുന്നത്
ആരായാലും അത് ഭാര്യയായാലും അവർക്കുത്തരം വാളിന്റെ വായ്ത്തലയാണ്. മഹാനായ ദാവീദ് രാജാവ് നീണാൾ വാഴട്ടെ. അടിയൻ ഊരിയാവിന്റെ ഭവനത്തിൽ പോയിരുന്നു. അയാൾ വീട്ടിലെത്തിയിട്ടില്ല. നീ വീട്ടിൽ പോയി നിന്റെ കാലുകളെ കഴുകി ഒരു രാത്രി വിശ്രമിക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഊരിയാവിനെ അയച്ചതാണ്. അവൻ വീട്ടിൽ പോകാതെ ഭൃത്യന്മാരോടുകൂടെ വിരിപ്പിൽ കിടന്നുറങ്ങി. രാജകൽപ്പനയെ ധിക്കരിച്ചോ? നീ യെരുസലേമിൽ നിന്നും വന്നവനല്ലയോ? നീ വീട്ടിൽ പോകാതിരുന്നതെന്ത് എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ പെട്ടകവും ഇസ്രായേലും യഹൂദായും കൂടാരങ്ങളിൽ വസിക്കുന്നു. എൻ്റെ യജമാനായ യോവാബും യജമാനന്റെ ഭൃത്യന്മാരും വെളിംപ്രദേശത്ത് പാളയമിറങ്ങി കിടക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ഭക്ഷിപ്പാനും കുടിപ്പാനും എൻ്റെ ഭാര്യയോടുകൂടെ കിടക്ക പങ്കിടുവാനും എൻ്റെ വീട്ടിൽ കടക്കുമോ? ഇസ്രായേലിൻ്റെ രാജാവാണേ, അങ്ങയുടെ ജീവനാണേ, ഞാനത് ചെയ്യില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. രാജകൽപ്പന ധിക്കരിക്കുന്ന അവനെ പിടിച്ച് കൽത്തുറങ്കലിൽ അടയ്ക്കണം. യോവാബേ, നീ ശാന്തനാകൂ. ഇക്കാര്യത്തിൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കണം. പിറ്റേന്നാൾ എന്നോടുകൂടെ ഞാൻ അവനെ ക്ഷണിച്ചു. ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഞാൻ അവനെ വീണ്ടും വിളിച്ചു. അവൻ ലഹരി പിടിക്കത്തക്കവണ്ണം പാനം ചെയ്തു. പക്ഷേ എന്നിട്ടും അവൻ വീട്ടിൽ പോയില്ല. തിരുമനസേ, അവന്റെ ഭാര്യ അങ്ങയോടൊപ്പം പള്ളിമഞ്ചത്തിൽ അന്തി ഉറങ്ങിയത് അവൻ അറിഞ്ഞിരിക്കുമോ? രാജഭൃത്യന്മാർ ആരെങ്കിലും അവനെ ഇക്കാര്യം അറിയിച്ചിരിക്കുമോ? അങ്ങനെ ഒരു സംശയമുണ്ട്. ഊരിയാവ് നമ്മുടെ യുദ്ധവീരന്മാരിൽ അഗ്രജനാണ്. അമ്മോന്യരോടും അമാലാക്കരോടുമുള്ള യുദ്ധത്തിൽ നാം അവൻ്റെ ധീരത കണ്ടതാണ്. അവനിനി ജീവിച്ചിരുന്നു കൂടാ. സൈന്യാധിപനായ യോവാബേ, പട്ട കഠിനമാകുന്നിടത്ത് ശൂരന്മാർ നിൽക്കുന്നതായി നിനക്ക് തോന്നുന്നിടത്ത് ഊരിയാവിനെ മുൻനിരയിൽ നിർത്തണം. പിന്നെ ചെയ്യേണ്ടത് അവൻ വെട്ടുകൊണ്ട് മരിക്കത്തക്കവണ്ണം അവനെ വിട്ടുമാറിക്കൊള്ളണം. അവനിനി ജീവിച്ചിരുന്നു കൂടാ. അടുത്ത രംഗത്തോടെ ഈ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന ജോസഫ് ചാക്കോ. രംഗത്ത് ദാവീദ്, ഡിയോൻ, ജോവാബ്, ആസാഫ്, എബ്രഹാം മാത്യു, ബേത്സബ, ഡോണ, ഊരിയാവ്, കെസ്റ്റർ, ദീന, സംഗീത, നാഥാൻ പ്രവാചകൻ, സൈറ. ശബ്ദം നൽകിയവർ ദാവീദ്, പ്രസാദ് വാളാച്ചേരി, യോവാബ്, ശ്രീ ദർശനൻ, ബേത്സബ, കെസിയ എലിസബത്ത് ബാബു, ഊരിയാവ്, ഹബീബ് ഹസൻ റാവുത്തർ, ദീന, സിയ എലിസബത്ത്, നാഥാൻ പ്രവാചകൻ, വിജോ ജോസ്,
ശബ്ദലേഖനം മിശ്രണം നിഖിൽ ഫ്രെയിംസ് ആൻഡ് വേവ്സ്. സംവിധാനം ശ്രീദർശനൻ പടനിലം. അടുത്ത ബെല്ലിന് നാടകം തുടരുന്നു. ഇസ്രയേലിന്റെ രാജാവ് നീണാൾ വാഴട്ടെ. അശുഭ വാർത്തയാണ് ഉണർത്തിക്കാനുള്ളത്. പട്ടണക്കാർ പുറപ്പെട്ട നമ്മുടെ സേനയോട് പടവെട്ടിയപ്പോൾ നമ്മുടെ ഭടന്മാർ പലരും കൊല്ലപ്പെട്ടു. നിങ്ങൾ പട്ടണങ്ങളോട് ഇത്ര അടുത്ത് വന്ന് പടവെട്ടിയത് എന്തിന്? മതിൽമേൽ നിന്ന് അവർ അമ്പെയ്യുമെന്ന് നിനക്കറിഞ്ഞുകൂടായോ? എലിബഷത്തിന്റെ മകനായ അബീമലേക്കിനെ കൊന്നത് ആരെന്നറിയാമോ? ഒരു സ്ത്രീ മതിൽമേൽ നിന്ന് തിരികല്ലിൻ പിള്ള അവന്റെ മേൽ ഇട്ടതുകൊണ്ടല്ലേ അവൻ തേബസിൽ വെച്ച് മരിച്ചത്? ഒരു കൂട്ടർ പ്രാബല്യം പ്രാപിച്ച് വെളിമ്പ്രദേശത്ത് ഞങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്നതിനാൽ ഞങ്ങൾ പട്ടണവാതിൽക്കലോളം അവരെ പിന്തുടർന്നു പോയി. അപ്പോൾ വില്ലാളികളിൽ മതിലിന്മേൽ നിന്ന് അങ്ങയുടെ സേവകരെ വില്ലുകൊലിച്ച് വീഴ്ത്തി. അനേകം ഭടന്മാർ കൊല്ലപ്പെട്ടു. സഹസ്രാധിപനായ ഹിത്യനായ ഊരിയാവും കൊല്ലപ്പെട്ടു. സേനാധിപനായ യോവാബേ, ഇക്കാര്യത്തിൽ വ്യസനം തോന്നരുത്. വാൾ അവിടെയും ഇവിടെയും നാശം ചെയ്യും. നീ ധൈര്യപ്പെട്ട് പട്ടണത്തിന് നേരെ പൊരുതി അതിനെ നശിപ്പിച്ച് കളയുക. ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്, യഹോവ നിങ്ങളൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാൻ, മറ്റേയാൾ ദരിദ്രൻ. ധനവാന് ആടുമാടുകൾ അനേകമുണ്ടായിരുന്നു. ദരിദ്രന് താൻ വിലയ്ക്ക് വാങ്ങി വളർത്തിയ ഒരു പെൺകുഞ്ഞാടല്ലാതെ ഒന്നുമില്ലായിരുന്നു. അത് അവൻ്റെ മക്കളുടെയും അവൻ്റെയും അടുക്കൽ വളർന്നു വന്ന് അത് അവൻ ഭക്ഷിക്കുന്നതിൽ നിന്നും ഓഹരി ഭക്ഷിക്കുകയും അവൻ കുടിക്കുന്നതിൽ നിന്നും ഓഹരി കുടിക്കുകയും അവൻ്റെ മടിയിൽ കിടന്നുറങ്ങുകയും ചെയ്തു. ആ കുഞ്ഞാട് അവനൊരു മകളെപ്പോലെയും ആയിരുന്നു. ധനവാന്റെ അടുക്കൽ ഒരു ദിവസം ഒരു വഴിയാത്രക്കാരൻ വന്നു. തൻ്റെ അടുക്കൽ വന്ന വഴിയാത്രക്കാരനു വേണ്ടി പാകം ചെയ്യാൻ സ്വന്തം ആടുമാടുകളിൽ നിന്ന് ഒന്നിനെ കൊടുപ്പാൻ മനസ്സില്ലാതെ അവൻ ആ ദരിദ്രൻ്റെ കുഞ്ഞാടിനെ തൻ്റെ അടുക്കൽ വന്ന ആൾക്ക് വേണ്ടി പാകം ചെയ്തു. യഹോവയുടെ പ്രവാചക, യഹോവയാണേ ഇത് ചെയ്തവൻ മരണയോഗ്യൻ. അവൻ കനിവില്ലാതെ ഇക്കാര്യം പ്രവർത്തിച്ചതുകൊണ്ട് ആടിനു വേണ്ടി 4 ഇരട്ടി പകരം കൊടുക്കണം. ആ മനുഷ്യൻ നീ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. നിന്നെ ശൗലിന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് ഞാൻ നിനക്ക് നിന്റെ യജമാനന്റെ ഗ്രഹത്തെയും നിന്റെ മാർഡത്തിലേക്ക്
നിന്റെ യജമാനന്റെ ഭാര്യമാരെയും തന്നു. ഇസ്രയേൽ ഗ്രഹത്തെയും യഹൂദ ഗ്രഹത്തെയും നിനക്ക് തന്നു. അതുകൂടാതെ പലതും ഞാൻ നിനക്ക് തരുമായിരുന്നു. നീ യഹോവയുടെ കൽപ്പനയെ നിരസിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായത് എന്തിനു വേണ്ടി? ഹിത്യനായ ഊരിയാവിനെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായി എടുത്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുപോകില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിന്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവൻ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരുടെ കൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യമൊക്കെയും ഇസ്രായേൽ മുഴുവൻ കാണുകയും സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും. ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു പോയി. യഹോവയെ എന്റെ പാപം ക്ഷമിക്കണമേ. പ്രവാചക, യഹോവയുടെ പ്രവാചക, യഹോവ എന്റെ പാപം ക്ഷമിക്കണമേ. പ്രവാചക, യഹോവയുടെ പ്രവാചക,